കർത്താവായ യേശുക്രിസ്തു നിസ്തുല്യമായ നാമത്തിൽ എല്ലാവർക്കും ഒറ്റവാക്കിൽ ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കും. ഈ മീറ്റിംഗിലേക്ക് വളരെ സ്നേഹത്തോടെ ചാരത്തും ദൂരത്തുമുള്ള എല്ലാ ദൈവമക്കളെയും സ്വാഗതം ഈ സമയത്ത് ഞാൻ അരുളുന്നു. പ്രിയ മകൻ, അവന്റെ പേരെന്തായിരുന്നു? ജസ്റ്റിൻ ആദ്യമായിട്ടാണ് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നത്. ഇന്നലെ രാത്രി കടന്നു വരാനും കാണാനും സംസാരിക്കാനും ഒക്കെ ഇടയാകി. ഇന്ന് കൂടി വരുവാൻ കർത്താവ് സഹായിച്ചു. പ്രിയ പൈതലിനെ ഈ മീറ്റിംഗിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് അവനെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ പരിശുദ്ധ കർത്താവ് ഒരുക്കി തന്ന എല്ലാ നല്ല നിമിഷങ്ങളെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയാം. കുറെ നാളുകൾക്ക് ശേഷമാണ് പ്രിയ മകൾ കടന്നു വരുന്നത്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹം ജോലിക്ക് കയറുന്നതിന് മുമ്പാണ് അല്ലേ ലാസ്റ്റ് വന്നു. കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരുന്നത് പത്രോസിന്റെ ഇരുലേഖനങ്ങളെ ആസ്പദമാക്കിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഹല്ലേലൂയ പ്രാപിച്ചു കൊണ്ടിരുന്നത്. പ്രത്യുത ആ ലേഖനങ്ങളെ കുറിച്ച് അല്പം ചില കാര്യങ്ങൾ കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ ഷെയർ ചെയ്യുവാനിടയായി തീർന്നു. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ വളരെയധികം ധ്യാനിച്ച് ദൈവസന്നിധിയിൽ പഠിച്ച് പ്രാപിച്ച വിഷയം നമുക്ക് വ്യക്തമായി അറിയാം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലയേറിയത് നമ്മുടെ ക്രിസ്തീയ ജീവിതമാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലയേറിയത് ക്രിസ്തീയ ജീവിതമാണ്. ദൈവത്തെ അറിയുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുന്ന, യേശുവാണ് എൻ്റെ ദൈവം, യേശുവാണ് എൻ്റെ രക്ഷകൻ എന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം, ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് അവന്റെ ക്രിസ്തീയ ജീവിതത്തിനാണ്. ചേർന്ന് വരാമേ. വേറെ എന്തെല്ലാം വിലപിടിപ്പുള്ളതായി നമ്മൾ കണ്ടാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ശൂന്യമാണെങ്കിൽ നമ്മൾ വലിയ ഒരു തകർച്ചയിലേക്കായിരിക്കും പോകുന്നത്. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തെ കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ക്രിസ്തീയ ജീവിതത്തെ ഭദ്രമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ആ വ്യക്തി ചെന്ന് അവസാനിക്കുന്നത് ഏറ്റവും വലിയൊരു പരാജയത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ അപ്പോസ്തലനായ പത്രോസ് തന്റെ ലേഖനങ്ങളിലൂടെ ആധികാരികമായി വെളിപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് 1-ാം ലേഖനത്തിലൂടെ താൻ ആധികാരികമായി വെളിപ്പെടുത്തുന്നു, ക്രിസ്തീയ ജീവിതം വളരെ വിലപ്പെട്ടതാണ്. സ്തോത്രം. മറ്റ് എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ക്രിസ്തീയ ജീവിതത്തെ നഷ്ടമാക്കി കളഞ്ഞാൽ അത് വലിയ ഒരു നഷ്ടമായി ജീവിതത്തിൽ വെളിപ്പെടുന്ന ഒരു സമയമുണ്ടാകും. ആ ഒരു ദൈവവചനത്തിന്റെ പ്രകാശനമാണ് കഴിഞ്ഞ ബുധനാഴ്ച നമ്മൾ ആരംഭിച്ചു തുടങ്ങിയത്. ഹല്ലേലൂയ. അതിൽ പത്രോസ് തന്റെ ലേഖനത്തിലൂടെ പഠിപ്പിക്കുന്ന, അല്ലെ പരിശുദ്ധാത്മാവ് നമ്മളെ ഉദ്ധരിപ്പിച്ചിരിക്കുന്ന ഹല്ലേലൂയ വിലയേറിയ ചില കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരുന്നത്. സ്തോത്രം. കഴിഞ്ഞ ബുധൻ ഒരു 3 വിഷയമെങ്കിലും നിങ്ങളെ പഠിപ്പിക്കണം, അതിനെക്കുറിച്ച് ശുശ്രൂഷിക്കണം എന്നൊക്കെ താല്പര്യപ്പെട്ടെങ്കിലും ഒരു വിഷയം തന്നെ ധ്യാനിച്ചപ്പോൾ സമയം പോയി.
അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഒരു വിഷയങ്ങളും പഠിപ്പിക്കാനോ അതിൽ നിന്ന് പ്രാപിക്കാനോ നമുക്ക് സാധ്യമായില്ല. പക്ഷേ ദൈവം നമുക്ക് ഒരവസരം കൂടെ പറഞ്ഞു. ആയതിനാൽ വളരെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ദൈവവചനത്തിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് ക്രിസ്തീയ ജീവിതമാണ്. ക്രിസ്തീയ ജീവിതത്തിന്റെ ഭദ്രതയെ നഷ്ടപ്പെടുത്തി കളയുന്ന എന്ത് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അലതട്ടി വന്നാലും അതിനെതിരെ ഫൈറ്റ് ചെയ്യണം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതിനെതിരെ ശക്തമായി പ്രതിരോധിക്കണം. ക്രിസ്തീയ ജീവിതത്തിനെതിരെ വരുന്ന യുദ്ധങ്ങളെ അതിൻ്റെതാകുന്ന നിലയിൽ കൈകാര്യം ചെയ്യണമെങ്കിൽ കഴിഞ്ഞ ബുധനാഴ്ച പഠിപ്പിച്ച ദൂതിന്റെ അവസാന ഭാഗം ഓർമ്മയിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഓർമ്മയിലേക്ക് കൊണ്ടുവന്നാൽ മതി, നമുക്ക് മനസ്സിലാകും ഹല്ലേലൂയ എന്താണ് അവിടെ പരാമർശിച്ചത്. പ്രൈസ് ദി ലോർഡ്. അത് നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിലൂടെ തന്നെ പരിശുദ്ധാത്മാവ് നമ്മളെ ഉദ്ധരിപ്പിച്ചു. കഴിഞ്ഞ ബുധൻ ചിന്തിച്ച അവസാന ഭാഗം ക്രിസ്തീയ ജീവിതത്തിനെതിരെ വരുന്ന യുദ്ധങ്ങളെ ചെറുത്തുനിന്ന് ജയിക്കണമെങ്കിൽ നമ്മൾ അവസാനമായി കേട്ടൊരു ദൂതാണ് ദൈവ കൃപയകത്തുക. നിങ്ങൾ ഓർക്കുന്നില്ലേ നാനാവിധ പരീക്ഷകൾ എന്ന് പറഞ്ഞാൽ വിവിധ ഇനത്തിലുള്ള പ്രശ്നങ്ങളും പരീക്ഷകളും. ഹല്ലേലൂയ. നമ്മൾ ചിന്തിച്ച കാര്യം വിശ്വാസത്തിന്റെ പരിശോധന, അതാണ് നമ്മൾ ചിന്തിച്ചത്. അപ്പൊ നാനാവിധ പരീക്ഷകളും പരിശോധനകളും നമ്മുടെ ജീവിതത്തിൽ അലതട്ടി കയറി വരുമ്പോൾ അതിനെ ജഡത്തിൽ നിനക്ക് ജയിക്കാൻ പറ്റത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? പിശാചൊരുക്കുന്ന തന്ത്രങ്ങളെ, പിശാചൊരുക്കുന്ന അവൻ്റെതാകുന്ന സ്വാധീനങ്ങളെ നിനക്ക് ജയിച്ചു കയറണമെങ്കിൽ നിനക്കതിനെ ജഡത്തിൽ ജയിക്കാൻ പറ്റത്തില്ല. നിന്റെ ക്രിസ്തീയ ജീവിതം താളടിയായി പോകും. അതിനെ നിനക്ക് ജയിച്ചു മുൻപോട്ട് പോകണമെങ്കിൽ നീ കൃപയിൽ വരണം, നീ കൃപയിൽ നിൽക്കണം, കൃപ നിന്റെ അകത്ത് ചലിക്കണം. അതാണ് പരിശുദ്ധാത്മാവ് നമ്മളെ കഴിഞ്ഞ ബുധനാഴ്ച പഠിപ്പിച്ചതും ഉദ്ധരിപ്പിച്ചതും. ഞാൻ വേഗത്തിൽ ആ ഭാഗം, അതിന്റെ മെസ്സേജ്, ആ പ്രസംഗം യൂട്യൂബിൽ കിടപ്പുണ്ട്. കേൾക്കാത്തവർക്ക് യൂട്യൂബിൽ കയറി കേൾക്കാം. ഹല്ലേലൂയ. അത് ഇനിയും പ്രസംഗിക്കാൻ നേരമില്ല. ഹല്ലേലൂയ. രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരിക. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഹല്ലേലൂയ രണ്ടാമത് നമ്മൾ വിലയേറിയതായി കാണണം. ഒന്ന്, വിശ്വാസത്തിന്റെ പരിശോധന. വിശ്വാസത്തിന്റെ പരിശോധന. ആ മെസ്സേജ് യൂട്യൂബിൽ കിടപ്പുണ്ട്. കേൾക്കാത്തവർ കയറി കേട്ടോളുക. വിശ്വാസത്തിന്റെ പരിശോധനയെ നിങ്ങൾ വിലയേറിയതായി കണ്ടാൽ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തെ നിങ്ങൾക്ക് സൂക്ഷിക്കാം. ഈ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ പഠിക്കാനും ധ്യാനിക്കാനും പ്രാപിക്കാനും പോകുന്നത്. വായിച്ച് 2 പത്രോസിന്റെ രണ്ടാമത്തെ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം. പത്രോസിന്റെ 2 ലേഖനങ്ങളിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. 2 പത്രോസ് 1:1. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശീമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും വിശ്വാസം ലഭിച്ചവർക്ക് എന്ത് ചെയ്യുന്നു? എഴുതുന്നു. ഒരാമേൻ പറഞ്ഞു. അപ്പോ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഭദ്രതയെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ രണ്ടാമതായി അപ്പോസ്തലനായ പത്രോസ് ഹല്ലേലൂയ ആത്മാവിൽ വിവേചിച്ച് ഹല്ലേലൂയ പഠിപ്പിക്കുകയാണ്.
രണ്ടാമത്തെ കാര്യമാണ് വിലയേറിയ വിശ്വാസം. ഒന്നാമതായി വെളിപ്പെടുത്തി വിശ്വാസത്തിന്റെ പരിശോധനയെ നിങ്ങൾ വിലയേറിയതായി കാണണം. രണ്ടാമത് വെളിപ്പെടുത്തുകയാണ് ഹല്ലേലൂയ, നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ വിലയേറിയതായി കാണണം. ഒരാമേ പറഞ്ഞാട്ടെ. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഭദ്രതയെ നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കണമെങ്കിൽ, നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തെ കുറിച്ച് മറ്റുള്ളൊരു വ്യക്തി ചോദ്യം ചെയ്യാതിരിക്കണമെങ്കിൽ, നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തെ പിശാച് തകർക്കാതിരിക്കണമെങ്കിൽ, നിങ്ങൾ അറിഞ്ഞ, നിങ്ങൾ പ്രാപിച്ച, നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ക്രിസ്തീയ വിശ്വാസത്തെ നിങ്ങൾ വിലയുള്ളതായി കാണണം. സ്തോത്രം. രണ്ടാമത്തെ കാര്യം, ഒരു വിശ്വാസങ്ങളുടെ മുമ്പിലും, ഒരു പ്രതികൂല സാഹചര്യങ്ങളുടെ മുമ്പിലും, ഒരു മോഹങ്ങളുടെ മുമ്പിലും, ഒരാഗ്രഹങ്ങളുടെ മുമ്പിലും, ഒരു വെല്ലുവിളികളുടെ മുമ്പിലും, ഒരു പ്രതികൂലങ്ങളുടെ മുമ്പിലും, ഒരു പ്രതിസന്ധികളുടെ മുമ്പിലും നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ ത്യജിക്കരുത്. ചൂടാല ശബ്ദന രഹസ്യ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. എത്ര പേർക്ക് പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് വിവേചിച്ച പ്രസംഗിക്കുന്നേ. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം വരുമ്പോൾ, പ്രതികൂലമാകുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ, നിന്ദകൾ വരാം, അപമാനങ്ങൾ വരാം, ദുഷിപ്പ് വരാം, പരിഹാസം വരാം. തീർന്നില്ല, ലോക മോഹങ്ങൾ കയറി വരാം, പാപ ചിന്തനീയങ്ങൾ കയറി വരാം, തെറ്റ് ചെയ്യാനുള്ള പ്രലോഭനങ്ങൾ കയറി വരാം. പാപത്തിന്റെ വഴികളെ പല വിധത്തിൽ പിശാച് മുമ്പിൽ കൊണ്ടുവരാം, പലവിധമാകുന്ന തന്ത്രങ്ങൾ അവൻ കൊണ്ടുവരാം. പക്ഷേ നീ ആത്മനിയോഗത്തോടെ പറയണം, എന്റെ വിശ്വാസം എനിക്ക് വിലയേറിയതാണ്, അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വാസത്യാഗം ചെയ്യത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവെന്നെ വെളിപ്പെടുത്തുന്നു. ചിലരുടെ വിശ്വാസത്തെ ത്യജിച്ചു കളയത്തക്കവണ്ണം പിശാചാകുന്നവൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന അവന്റെ തന്ത്രങ്ങൾ ഇന്നു പകൽ ഈ വചനം ഏറ്റെടുക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു വിടുതലായി ചലിക്കാൻ പോകുമെന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടൽ. ഹല്ലേലൂയ. ഇന്ന വ്യക്തിയെയും കൊണ്ട്, ഇന്ന കുടുംബത്തിന്റെ അകത്ത് വിശ്വാസത്യാഗം വരുത്തുമെന്ന് പിശാച് വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് നിൽക്കുന്ന ചില മേഖലകളെ ഞാൻ ആത്മാവിൽ കാണുകയാണ്. ഇന്നവങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടിരിക്കുന്ന വ്യക്തികളിൽ നിന്ന്, അവരുടെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് പിശാചേ നിന്റെ കാലം എടുക്കുവാൻ യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്യാഗം വരുത്താൻ ശ്രമിക്കുന്ന, വിശ്വാസ ജീവിതത്തിന്റെ വിലയേറിയ ഘട്ടങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പൈശാചികമാകുന്ന പദ്ധതികൾ ദൈവാവിന്റെ ദൈവശബ്ദം. നിയോഗമുള്ളവർ പ്രാർത്ഥിച്ചോണം. ഞാൻ ആരോടും ഏറ്റെടുക്കാൻ പറയില്ല. നിയോഗമുള്ളവർ പ്രാർത്ഥിച്ചേറ്റെടുത്തോണം.
നിന്റെ ജീവിതത്തിൽ വിശ്വാസത്യാഗം വരുത്തുന്ന നിലയിൽ, വിശ്വാസത്തെ ത്യജിച്ചു കളയുന്ന നിലയിൽ പിശാചാകുന്നവൻ സാഹചര്യങ്ങൾ കൊണ്ടുവരുന്നു എന്നൊരു തോന്നൽ എന്റെ ജീവിതത്തിലുണ്ട് പാസ്റ്ററെ. ഈ വചനം കേൾക്കുമ്പോൾ ഞാൻ അത് മനസ്സിലാക്കുന്നു. എന്റെ ജീവിതത്തിൽ എന്റെ വിശ്വാസത്തെ ഇല്ലാതാക്കുന്ന, വിശ്വാസ ജീവിതത്തെ വിലയേറിയതായി കാണണ്ട ഞാൻ, എന്റെ വിശ്വാസ ജീവിതത്തെ ഇല്ലാതാക്കുന്ന സാഹചര്യങ്ങളെ കൊണ്ടുവരുന്നുണ്ടെന്ന് എനിക്കൊരു തോന്നൽ. ഈ വചനം കേൾക്കുമ്പോൾ എന്റെ ഉള്ളിന്റെ അകത്ത് അങ്ങനെ ഒരു പ്രകാശനം എനിക്ക് ലഭിക്കപ്പെടുന്നുണ്ട്. എനിക്കല്ല, എന്റെ ഭവനത്തിലുള്ള ചിലരിൽ ആ വിശ്വാസത്യാഗം നടക്കുന്നുണ്ടെന്നും വിശ്വാസം ത്യജിക്കപ്പെടുന്ന നിലയിലേക്കാണ് പോകുന്നതെന്നും എനിക്കൊരു തോന്നൽ ഈ വചനം കേൾക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ ആ വചനത്തെ സ്വീകരിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവ് ഇടപെടുക, വിശ്വാസത്തെ ത്യജിപ്പിച്ചു കളയുക. പിശാച് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന, പിശാച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചില മേഖലകളെ ഇന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി, പരിശുദ്ധ ആത്മാവിന്റെ ശക്തി, യേശുവിന്റെ നാമത്തിന്റെ ശക്തി വ്യക്തിപരമായി സ്വാധീനം ചെലുത്തുന്ന, കുടുംബപരമായി സ്വാധീനം ചെലുത്തുന്ന വിശ്വാസം എന്റെ കൈയടിച്ച് 4 അന്യഭാഷ പറഞ്ഞ വിടുതലാകത്തില്ല, 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 വിടുതലാകത്തില്ല. ഇന്ന് പകൽ വചനം വിടുവിക്കുന്നത് പോലെ മറ്റൊന്നും വിടുവിക്കത്തില്ലെന്നുള്ള വെളിപ്പാടാദ്യം തിരിച്ചറിയും. അല്ലെങ്കിൽ നാളെ വിശ്വാസത്തിൽ നിന്ന് വീണു പോകുമ്പോൾ, അല്ലെ കൂടെയുള്ളവർ വിശ്വാസത്തിൽ ഇല്ലാതാകുമ്പോൾ നീ പഠിക്കും. ഒന്നെങ്കിൽ നീ വിശ്വാസത്തിൽ നിന്ന് പോകുമ്പോൾ, അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിലുള്ളവര് വിശ്വാസ ജീവിതത്തിൽ നിന്ന് പോകുമ്പോൾ ഈ ദൂതിന്റെ വില നീ പഠിക്കും. ഇനി ഞാൻ ദൈവാത്മാവിനെ വെളിപ്പെടുത്തുന്ന മർമ്മം പറയാം. വിശ്വാസ ജീവിതത്തെ ത്യജിച്ച് വിശ്വാസ ജീവിതത്തിൽ നിന്ന് പോയാൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, അങ്ങനെയുള്ളവരുടെ മേൽ എന്റെ സന്ദർശനം ഞാൻ അയക്കും. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ചുട്ട അടി നീ കൊണ്ടുവരും. ദൈവത്തിൽ നിന്നും നല്ല അടി, നല്ല അടി. സ്തോത്രം, സ്തോത്രം. പത്രോസ് തന്റെ അകത്ത് ദൈവാത്മാവ് കൊടുത്ത വ്യക്തമായ വെളിപ്പാടുകൾ നൽകുകയാണ്. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഭദ്രത നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ എല്ലാത്തിനും മുകളിൽ വിലയുള്ളതായി കാണണം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അല്ലാതെ ഒരു രോഗം വരുമ്പം വിശ്വാസം പോകരുത്. ഒരു പ്രതികൂലം വരുമ്പം വിശ്വാസം തീരുന്നു പോകരുത്. ഒരു പ്രതിസന്ധി വരുമ്പം വിശ്വാസം തീരുന്നു പോകരുത്. എല്ലാം ഉള്ളുമ്പോ ഭയങ്കര വിശ്വാസം, ഒന്നുമില്ലാത്തപ്പോ ഒരു വിശ്വാസം. അങ്ങനാവരുത്, അങ്ങനാവരുത്. സ്വത്രം ഏത് സാഹചര്യങ്ങൾ നൽകണം. ചിലര് ഈ കുറെ ഉണ്ടായി കഴിയുമ്പോൾ വിശ്വാസത്തിൽ ചിലർ പിശാചിനറിയാം എങ്ങനെ പ്രവർത്തിക്കണം. പിശാചിനറിയാം കുറച്ച് നന്മ കൊടുത്താൽ വീഴുന്നവനാണെങ്കിൽ പിശാച് അവിടെ നന്മ കൊടുക്കും. ഇല്ലാത്ത ചിലതിനൊക്കെ കുറെ നന്മയായി കഴിയുമ്പോൾ
പിന്നെ പഴയ വിശ്വാസ അനുഭവം ഒന്നും ഉണ്ടാകും. പഴയ വിശ്വാസം അനുഭവം ഒന്നും ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. പക്ഷെ ചിലവർക്ക് നേരെ തിരിച്ച, അവർക്കെല്ലാം നഷ്ടപ്പെടുമ്പോൾ അവരുടെ വിശ്വാസത്തിന് ഇളക്കം തട്ടും. സത്യത്തിൽ ദൈവവചനം പഠിപ്പിക്കുന്ന പ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദൈവവചനം പഠിപ്പിക്കുന്ന പ്രാർത്ഥന ഒരുപാടുണ്ടാകരുതെന്നും എന്നാൽ തീരെ ഇല്ലാതാകരുതെന്നും അന്നുള്ള നിലയിൽ ഹല്ലേലൂയ പോറ്റി പുലർത്തി പോകണം എന്നുള്ളതുമാണ് ദൈവവചനത്തിന്റെ പ്രാർത്ഥന. ദൈവവചനത്തിന്റെ പ്രാർത്ഥന അതാ, യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ട് തന്നെ അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ വിലയേറിയതായി കാണും. പള്ളിയിൽ പോയത് കൊണ്ട് വിശ്വാസിയായോ? പാട്ട് പാടിയത് കൊണ്ട് വിശ്വാസിയായോ? പ്രാർത്ഥിച്ചത് കൊണ്ട് വിശ്വാസിയായോ? ആരാധിച്ചത് കൊണ്ട് വിശ്വാസിയായോ? ഇതെല്ലാം ചെയ്തത് കൊണ്ട് വിശ്വാസത്തെ വിലയേറിയതായി കാത്തു സൂക്ഷിക്കുന്നുണ്ടെന്ന് എന്താ ഉറപ്പ്? എന്താ ഉറപ്പ്? എന്താ ഉറപ്പ്? ഇരിപ്പ് കണ്ട വിശ്വാസിയ. പക്ഷെ വിശ്വാസ ജീവിതത്തെ എത്രത്തോളം വിലയുള്ളതായി കാണുന്നെന്നും എത്രത്തോളം അതിനെ സൂക്ഷിക്കുന്നു എന്നും എന്താണ് ഉറപ്പ്? പരിശുദ്ധാത്മാവിന്റെ ചോദ്യത്തിന് എത്ര പേർക്ക് കൃത്യമായ മറുപടി കൊടുക്കാൻ പറ്റും? യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിന്റെ വെളിപ്പെടുത്തൽ നീ മറന്നു പോകരുത്. വിശ്വാസത്തെ ത്യജിച്ചു കളയത്തക്കവണ്ണം പിശാച് നിന്റെ ജീവിതത്തിൽ കൊണ്ടിടുന്ന വിഷയങ്ങൾ നീ മനസ്സിലാക്ക്. നീ അത് തിരിച്ചറി. ഇതെന്നെ തകർക്കാനല്ല, എന്റെ വിശ്വാസ ജീവിതത്തെ തകർക്കാനാണ്. ദൈവനാമത്തെ ദൂഷിക്കപ്പെടുത്താനാണ്. ദൈവനാമത്തെ പരിഹസിപ്പിക്കാനാണ്. ദൈവനാമത്തെ ദൈവമിട്ട് വിശ്വാസ ജീവിതത്തെ തകർക്കാനാണ് ഞാൻ അതിന് അനുവദിക്കുന്നില്ല. പിശാചിന്റെ ചില പോരാട്ടങ്ങൾ, പിശാചിന്റെ ചില വെല്ലുവിളികൾ, ചില വ്യക്തികൾക്ക് യേശുവിന്റെ നാമത്തിൽ അറിയട്ടെ. വിശ്വാസത്തെ ത്യജിപ്പിച്ച് കളയുന്ന വെല്ലുവിളിച്ച് നിൽക്കുന്ന ദുഷ്ടവ്യവഹാരത്തിന്റെ മണ്ഡലത്തിൽ യേശുവിന്റെ നാമത്തെ ഇന്ന് ലോകത്തിലൂടെ കൊണ്ടുവരുന്ന വിശ്വാസത്തിനെതിരെ കൊണ്ടുവരുന്ന ചില ലോകങ്ങൾ, വിശ്വാസത്തിനെതിരെ കൊണ്ടുവരുന്ന ചില ബാധ്യതകൾ, വിശ്വാസത്തിനെതിരെ കൊണ്ടുവരുന്ന ചില പോരാട്ടങ്ങൾ, വിശ്വാസത്തിനെതിരെ കൊണ്ടുവരുന്ന ചില ക്രമക്കേടുകൾ യേശുവിന്റെ നാമത്തിൽ ശക്തിയോടെ പ്രാർത്ഥിക്കാൻ നിയോഗം കിട്ടുന്നവർ പ്രാർത്ഥിച്ചോണം. നിയോഗം കിട്ടുന്നവർ പ്രാർത്ഥിച്ചോണം.
എനിക്കത് മനസ്സിലാകുന്നു. ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്ന സ്വാതന്ത്ര്യങ്ങൾ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, എന്റെ വിശ്വാസത്തെ ഇല്ലാതാക്കാന്, എന്റെ വിശ്വാസത്തെ തകർക്കാന്, എന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാന് ഞാൻ തന്നെ എന്റെ വിശ്വാസത്തിനെതിരെ സംസാരിപ്പിക്കുന്ന നിലയിലേക്ക് പിശാചൊരുക്കുന്ന മേഖലയാണെന്ന് എനിക്ക് ബോധ്യപ്പെടുന്നു. ഇന്ന് വരെ എനിക്ക് പുറത്തു വരണം, ഇന്ന് വരെ എനിക്ക് പുറത്തു വരണം, ഇന്ന് വരെ എനിക്ക് പുറത്തു വരണം. നിയോഗമുള്ളവർ പ്രാർത്ഥിക്കുക. നിന്റെ വിശ്വാസ ജീവിതത്തെ തകർക്കാം. മനസ്സിലായോ? നിന്റെ വിശ്വാസ ജീവിതത്തെ തകർക്കാൻ, നിന്റെ കുടുംബത്തിന്റെ വിശ്വാസ ജീവിതത്തെ ഇല്ലാതാക്കാൻ പിശാചൊരുക്കുന്ന തന്ത്രത്തെ നീ തിരിച്ചറിയണം. എന്നോട് ദൈവാത്മാവ് പറയുന്നു, നീയാണത് തിരിച്ചറിയണം. നീയാണത് തിരിച്ചറിയണം. എന്നോട് ദൈവം പറയും, നിന്നിലേക്ക് കൊണ്ടുവരുന്ന ചില പൈശാചിക തന്ത്രങ്ങൾ നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽ ദൈവം നിന്നെ പിടിപ്പിക്കും. ദൈവം നിന്നെ പിടിപ്പിക്കും. ചിലതിന്റെ അകത്തുനിന്ന് പുറത്തു വരണമെന്നുള്ള ആഗ്രഹം നിന്റെ ഉള്ളിലുണ്ടെങ്കിലും നിനക്ക് പുറത്തു വരാൻ കഴിയാത്ത വിധത്തിൽ എന്തോ ഒന്ന് നിന്നെ പിടിച്ചു നിർത്തുന്നത് പോലെ ഞാൻ ശുശ്രൂഷിക്കുമ്പോ ദൈവാത്മാവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ നീ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, നീ സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ, നിന്നെ ചിലതിന്റെ അകത്തുനിന്ന് പുറത്തു കൊണ്ടുവന്നു നിന്റെ കുടുംബത്തിന്റെ അകത്തെ സമാധാനത്തെ മടക്കി തന്ന് നിന്നെ ദൈവം വിശ്വാസ ജീവിതത്തിൽ ഉറപ്പിക്കുന്ന രംഗം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിന്റെ വിശ്വാസത്തെ ദൈവം ഒന്നും കൂടെ ചെത്തി വെടിപ്പാക്കുന്നത് ദൈവത്തിന്റെ ആത്മാവെന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. സമർപ്പിക്കാൻ മനസ്സുണ്ടെങ്കിൽ നീ സമർപ്പിക്കാൻ ദൈവാത്മാവ് നിന്നോട് പറയും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എന്നോട് പറയുക, നിന്റെ നിരാശകൾ ദൈവം ഇന്ന് ക്യാൻസൽ ചെയ്യുക കേട്ടോ. നീ പ്രാർത്ഥിച്ചു. ചില നിരാശകൾ നിന്റെ ഹൃദയത്തിന്റെ അകത്തുണ്ട്. പലരും മനസ്സിലാക്കേണ്ട പോലെ നിന്നെ മനസ്സിലാക്കാതിരിക്കുന്നു. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ അവനെ മനസ്സിലാക്കുന്നു, ഞാൻ അവനെ തിരിച്ചറിയുന്നു. അവന്റെ ഉള്ളിലെ നിരാശകളെ ഞാൻ ഇന്ന് പകൽ കൈകാര്യം ചെയ്യും. നിന്റെ ഉള്ളിലെ വേദന, നിന്റെ ഉള്ളിലെ നിരാശ, നിന്റെ ഉള്ളിൽ സെൽഫായിട്ട് തന്നെ നീ പറയാം, നിന്നെ ഒന്നിനും കൊള്ളത്തില്ല. സെൽഫായിട്ട് തന്നെ നീ നിന്നെ വിരിച്ചു വെച്ചിരിക്കുക. സെൽഫായിട്ട് തന്നെ നീ നിന്നെ ജഡ്ജ്മെന്റ് ചെയ്ത് വെച്ചിരിക്കുക. സെൽഫായിട്ട് തന്നെ. എന്നാൽ കർത്താവിനോട് പറയുന്നു, നിന്റെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം, നിന്റെ വഴിയല്ല ദൈവത്തിന്റെ വഴി. ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുന്ന ഞാൻ കാണുന്നുണ്ട്. എന്നെ ദൈവാത്മാവ് ഇങ്ങനെ കാണിക്കുന്നേ, വിശ്വാസത്തിനു വേണ്ടി തീവ്രതയോടെ, വിശ്വാസത്തിനു വേണ്ടി തീഷ്ണതയോടെ നീ നിൽക്കുന്ന സമയം നിന്റെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്താൻ യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ട് വിശ്വാസത്യാഗം വരുത്താൻ പിശാച് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഭദ്രതയെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് പത്രോസ് രണ്ടാമത് പറയുന്നു, നിങ്ങളുടെ വിശ്വാസം വിലയേറിയതാണ്. നമ്മുടെ വിശ്വാസം ഏതാണ് നമ്മുടെ വിശ്വാസം? വായിച്ച് എഫെസ്യ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. എഫെസ്യ 2:8 നമ്മുടെ വിലയേറിയ കൃപയാലോ നിങ്ങൾ വിശ്വാസം മൂലം. അപ്പൊ നമ്മുടെ വിലയേറിയ വിശ്വാസത്തിലൂടെ നമ്മൾ നേടിയെടുത്ത വിശ്വാസ ജീവിതം ഏതാ?
രക്ഷയുടെ ജീവിതം. രക്ഷയുടെ ജീവിതമാണ് വിശ്വാസം മൂലം നമ്മൾ നേടിയെടുത്തത്. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പ്രാണത്യാഗം ചെയ്തു എന്ന് നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ദൈവം അവനെ ഉയർത്തിച്ചെന്ന് നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നമ്മുടെ വാ കൊണ്ട് ഏറ്റു പറയുന്നതിന് മുമ്പ് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ആ വിശ്വാസത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം നൽകി തന്ന വിശ്വാസ ജീവിതമാണ് രക്ഷയുടെ ജീവിതം. അപ്പൊ നിങ്ങൾ വിശ്വാസത്തെ വിലയേറിയതായി കാണണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസ ജീവിതം രക്ഷയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? രക്ഷയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ഇത്ര വലിയ രക്ഷ, അല്ലേ? ബൈബിൾ പറയുന്നത് ഇത്ര വലിയ രക്ഷ എന്ന് ബൈബിൾ അതിസംബോധന ചെയ്യുന്നത് നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ ഇത്ര വലിയ രക്ഷ എന്ന് പറഞ്ഞാൽ അതിന് തത്തുല്യമായി മറ്റൊന്നില്ല. ദൈവം നമുക്ക് കൈമാറിയ രക്ഷാകരമായ വിശ്വാസ ജീവിതത്തിനും അപ്പുറമായി ഒന്നുമില്ല. എത്ര പേര് രാമൻ പറയും? യേശുവിന്റെ നാമത്തിൽ. കണ്ടോ? അപ്പോൾ വിശ്വാസം മൂലം നമ്മൾ രക്ഷിക്കപ്പെട്ടു. വിശ്വാസം മൂലം നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ട് നമ്മൾ രക്ഷ എന്ന ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. രക്ഷാകരമായ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. അതിനു മുമ്പ് നമ്മൾ ഈ ലോകത്തിന്റെ ദൈവത്തിന്റെ അധീനതയിൽ ഇരുട്ടിന്റെ മക്കളായി കിടന്നപ്പോൾ തേജസ്സിന്റെ സുവിശേഷം, യേശു എന്ന സുവിശേഷം നമ്മുടെ ജീവിതത്തെ പുതിയൊരു നിലയിലേക്ക് മാറ്റി. ഇന്നലകളിൽ നമുക്ക് ജീവിതമുണ്ടായിരുന്നു, പക്ഷെ വിശ്വാസമില്ലായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് ജീവിതം മാത്രമല്ല, വിശ്വാസത്താലുള്ള ജീവിതമാണ്, അല്ലേ? ചിലരൊക്കെ ഈ കാണുന്നുണ്ട്, ചോദിക്കും എങ്ങനെ പോകുന്നു വിശ്വാസ ജീവിതമൊക്കെ, അല്ലേ? ചിലരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഹല്ലേലൂയ പാസ്റ്റേ വിശ്വാസ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു, ഹല്ലേലൂയ ശുശ്രൂഷയൊക്കെ എങ്ങനെ പോകുന്നു എന്ന് നമ്മൾ ചോദിക്കുന്ന പോലെ ഹല്ലേലൂയ ചോദിക്കുന്നതാണ് വിശ്വാസ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു. ഞാനപ്പോ പറയാൻ വളരെ സന്തോഷമായി. ആമേൻ. ജീവിച്ചുകൊണ്ടിരുന്ന നമ്മളെ ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് കൊണ്ടെത്തിച്ച വിലയേറിയ ഒരു വിശ്വാസം നമ്മുടെ അകത്ത് പ്രകാശിപ്പിച്ചത് കൃപയാണെന്ന് മറക്കരുത്. അപ്പോൾ വിലയേറിയ വിശ്വാസത്തെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്ന് അപ്പോസ്തലൻ പറഞ്ഞത്, അല്ലെ? വിശ്വാസ ജീവിതത്തെ വിലയുള്ളതായി നിങ്ങൾ കാത്തു സൂക്ഷിക്കണം എന്ന് ഹല്ലേലൂയ പത്രോസ് വെളിപ്പെടുത്തിയതിന്റെ കാര്യം, ഈ വിശ്വാസത്തിലൂടെ നമുക്കുണ്ടായത് രക്ഷാകരമായ ജീവിതമാണ്. അതിവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല, അത് നിത്യമായ ലോകത്തിൽ വരെ നമ്മളെ എത്തിക്കുന്നതാണ്. അവിടെ നമുക്കൊരു പുത്തൻ ജീവിതത്തെ ഓഫർ ചെയ്തിരിക്കുന്നതാണ്. അത് മറക്കാത്തവർ, ആ പ്രത്യാശയുള്ളവർ കരമുയർത്തി ഒരു ആമേൻ പറയണം. അപ്പൊ മനസ്സിലായോ? കൃപയാൽ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. അപ്പൊ വിശ്വാസം മൂലം നമ്മുടെ ലൈഫിൽ ഉണ്ടായ വിശ്വാസ ജീവിതമാണ് രക്ഷയുടെ ജീവിതം. അതിനെ നിങ്ങളുള്ളതായി മറ്റൊരു വാക്യം വായിച്ചേ. മർക്കോസിന്റെ സുവിശേഷം 16-ാമത്തെ വാക്യം ഒരാൾ വായിച്ചേ. മർക്കോസിന്റെ സുവിശേഷം 16-ാമത്തെ വാക്യം. മർക്കോസ് 16:16.
അടുത്തവര് വായിച്ചേ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അടുത്തത്, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. കണ്ടോ? അപ്പം ഈ വിശ്വാസം അകത്തുള്ളവൻ എന്ത് ചെയ്യും? സ്നാനപ്പെടും. അപ്പൊ കണ്ടോ, വിശ്വസിക്കുന്നവരിൽ നടക്കുന്ന പ്രക്രിയയാണ് മാനസാന്തരം, രക്ഷ, സ്നാനം. ഒരാമേൻ പറഞ്ഞേ. അപ്പൊ വിശ്വാസത്താൽ ലഭിക്കപ്പെടുന്ന ഈ അനുഭവങ്ങൾ ജീവിതത്തിൽ പ്രാപിച്ചു കഴിയുമ്പോൾ നിനക്ക് വരുന്ന വലിയൊരു വിടുതൽ, ശിക്ഷാവിധിയിൽ നിന്ന് ദൈവം നിന്നെ വിടുവിക്കും. ഒരാമേൻ പറഞ്ഞേ. ഈ ലോകത്തിലെ ഏതു വിധികൾ നമുക്കെതിരെ ഉയർന്നു പൊങ്ങി വന്നാലും നമുക്കത് വിഷയമല്ല. വിഷയമാണോ? അങ്ങനെ വിഷയം ഉണ്ടാക്കാനാണ് എനിക്ക് വിഷയം ഉണ്ടാക്കാനേ നേരമുള്ളത്. കാരണം എന്നെ കുറിച്ച് പറഞ്ഞതിനും പറയുന്നതിനും കയ്യും കണക്കും ഇല്ല. വിഷയം ഉണ്ടാക്കാനാണെങ്കിൽ നിങ്ങളെക്കാളും മുമ്പേ ഞാൻ നിൽക്കും വിഷയം ഉണ്ടാക്കാൻ. ഹല്ലേലൂയ. അല്ലേ? സ്തോത്രം. ഇവിടുത്തെ വിധിയൊന്നും ഒരു വിധിയല്ല. വിധിക്കുന്നവൻ അവിടെ കിടന്ന് വിധിച്ചോണ്ടിരിക്കും. നീ അത് കാര്യമാക്കാൻ പോകണ്ട, നീ അത് വിഷയമാക്കാൻ പോകണ്ട. ഇവിടുത്തെ വിധികളെല്ലാം ഇവിടം കൊണ്ട് തീരും. ഇവിടുത്തെ വിധികളെല്ലാം ഇവിടം കൊണ്ട് പര്യവസാനിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരീരത്തിൽ നിന്ന് പ്രാണൻ വിട്ടുപോകുന്ന സമയം വരെ വിധിക്കത്തുള്ളൂ. അത് കഴിയുമ്പോ പിന്നെ പൊക്കല. അങ്ങ് വാനോളം പൊക്കും. ഇന്നലെ വരെ അടിയുണ്ടാക്കിയിട്ട് പറയൂ, ഞാനും അച്ഛനും എന്തോ സ്നേഹം എന്ന് പറയും. സ്തോത്രം. കണ്ടാ മിണ്ടത്തില്ല, പക്ഷേ മരിച്ചു കഴിയുന്നുണ്ട്, അയ്യോ ഞങ്ങൾ ഒരുമിച്ചിരുന്ന നിമിഷങ്ങളെ ഓർക്കുമ്പോ ഉമ്മാ പറയുക, വെറുതെ ഇരുന്ന് പറയുക. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, ഇവിടുത്തെ വിധികൾ ശരീരത്തിൽ നിന്ന് പ്രാണം പോകുന്നത് വരെയുള്ളൂ. അതോടെ ആ വിധി തീരും. പക്ഷേ എന്നേക്കും ജീവിതത്തിൽ നിന്ന് മാറിപ്പോകാത്ത നിത്യമായ ജഡ്ജ്മെന്റ് ചെയ്യുന്നൊരു ജഡ്ജി സ്വർഗത്തിലുണ്ടെന്ന് മറക്കരുത്. ആ അരുമനാഥൻ പറയുന്നു, വിശ്വസിക്കുന്നവന്റെ വിശ്വാസ ജീവിതത്തിൽ രക്ഷയുണ്ട്, സ്നാനമുണ്ട്. അവന്റെ ജീവിതത്തിൽ ആ രക്ഷയും സ്നാനവും പ്രാപിച്ച് അതിനനുസരിച്ച് വിശ്വാസ ജീവിതത്തെ വിലയേറിയതായി കണ്ടു മുൻപോട്ട് കൊണ്ടുപോയാൽ അവനൊരു വിടുതലിന്റെ ദൂതുണ്ട്. ശിക്ഷാവിധി അവന്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോകും. പ്രത്യാശയുള്ളവർ ആമേൻ പറയുന്നു. പ്രത്യാശയുള്ളവർ ആമേൻ പറയുന്നു. ഈ ലോകത്തിൽ ആരെല്ലാം വിധിച്ചാലും, ഈ ലോകത്തിൽ ആരെല്ലാം കുറ്റം പറഞ്ഞാലും, ഈ ലോകത്തിലുള്ള എന്തെല്ലാം വിധികൾ വന്നാലും, അല്ലെങ്കിൽ എന്റെ ദൈവം എന്നെ വിധിക്കാതിരുന്നാൽ മതി. കണ്ടോ? വിശ്വസിക്കുന്നവർ സ്നാനപ്പെടും. സ്നാനമെന്ന് പറയുന്നത് വിശ്വസിക്കുന്നവരാണല്ലേ? അല്ലേ? വിശ്വാസം മൂലം. അല്ല, അതൊന്നും അറിയാത്ത കൊച്ചിനെ എടുത്തിട്ട് തലേ വെള്ളം തളിച്ച സ്നാനമാകത്തില്ല. സ്തോത്രം. സ്നാനമാകുമോ? സ്നാനമാകത്തില്ല. ഇതെടുത്ത് കൈ പിടിച്ചിട്ട് ചോദിച്ചിട്ട് മറുപടി പറയുന്ന ആരാ? കൊച്ചല്ല, അപ്പനാ പറയുന്നത്. കൊച്ചല്ല, ആരാ പറയുന്നേ? അപ്പനാ പറയുന്നത്, കൊച്ചല്ല പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പനാ മറുപടി പറയുന്നത്. ഒന്നും അറിയാത്ത കൊച്ചിനെ പിടിച്ച് വെള്ളം തെളിച്ച് സ്നാനപ്പെടുത്തി. അതാണോ സ്നാനം? ദൈവവചനത്തിൽ അങ്ങനെ ഒരു സ്നാനം ഇല്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ തിരിച്ചറിയണം, സ്നാനം എന്ന് പറയുന്നത്
ദൈവവചനത്തിന്റെ അടിസ്ഥാന പ്രകാരം യേശു ക്രിസ്തു പറഞ്ഞു, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തണം. സ്നാനപ്പെടുത്തിയത് എങ്ങനാണെന്ന് ദൈവവചനം വായിക്കുമ്പോൾ നമുക്കറിയാം. ഹല്ലേലൂയ, ഒരു മൊന്തയിൽ വെള്ളമെടുത്തിട്ട് തളിക്കുകയല്ല ചെയ്തത്. ഹല്ലേലൂയ, സ്നാനം വെള്ളത്തിൽ. ആ സ്നാനാർത്ഥി ആരാണോ മുങ്ങുന്ന ആ സ്നാനാർത്ഥി വെള്ളത്തിന്റെ അകത്ത് അവനെ കംപ്ലീറ്റായി മുക്കി അവൻ എഴുന്നേക്കുന്നതാണ് സ്നാനമെന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ തിരുവെഴുത്ത് ആധികാരികമായി വ്യക്തമായി പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ, മാതൃകാ പുരുഷനായ ക്രിസ്തുവും അങ്ങനെയാണ് സ്നാനപ്പെട്ടത്. യോഹന്നാന്റെ കൈ കീഴെ യോർദാനിൽ താൻ മുങ്ങി സ്നാനപ്പെട്ടു. ഒരാമേൻ പറഞ്ഞേ, ഒരാമേൻ പറഞ്ഞേ. അപ്പൊ ശ്രദ്ധിച്ചേ, വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്, അല്ലേ, അകത്തു ദൈവം തന്ന വിശ്വാസം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, അത് നിസ്സാരമല്ല. എന്നെ ശ്രദ്ധിച്ചിരുന്നേ, അത് ചെറിയ കാര്യമല്ല, അത് നിസ്സാരമല്ല. ഹല്ലേലൂയ, വിശ്വാസം മൂലം നീ രക്ഷിക്കപ്പെട്ടു. വിശ്വസിക്കുന്നവർ സ്നാനപ്പെടും. ആമേൻ പറ. യോഹന്നാൻ 1:12 വായിച്ച്. 1:12 യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ ദൈവമക്കളാകുവാൻ അവൻ. ആമേൻ പറ. നിന്റെ വിശ്വാസത്തെ വിലയേറിയതായി കാണണമെന്ന് അപ്പോസ്തലൻ നമ്മളെ ബോധ്യപ്പെടുത്തിയതിന്റെ മറ്റൊരു കാരണമാണ് ഞാൻ പറയുന്നേ. ഹല്ലേലൂയ, വിശ്വസിക്കുന്നവർ ദൈവമക്കളാകുവാൻ അധികാരം അവൻ കൊടുത്തു. ഒരാമേൻ പറഞ്ഞേ. വിശ്വാസത്തെ, വിശ്വാസ ജീവിതത്തെ വിലയുള്ളതായി കാണുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, നിന്റെ മേൽ ഒരു അധികാരം കിടപ്പുണ്ട്. നിന്റെ മേൽ ഒരുവന്റെ അധികാരം കിടപ്പുണ്ട്. അവന്റെ മക്കളെന്ന അധികാരം നിന്റെ മേൽ അവൻ വെച്ചിട്ടുണ്ട്. ഓ, ഞാനിത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവെന്നോട് പറയുന്നു, മറ്റു ചില അധികാരങ്ങളോട് എതിർക്കേണ്ട നേരമായത്. മറ്റു ചില അധികാര ശക്തികളോട് ഈ വചനത്തിന്റെ വെളിപ്പാട് വിളിച്ചു പറയുമ്പോൾ എതിർക്കാൻ കിട്ടുന്നവർക്കായി ഞാൻ ദൈവത്തിന് മകത്തിന് ഇന്ന് മകൻ ശക്തമായി പ്രാർത്ഥിക്കണം. പലവിധമായ അധികാരം നിനക്കും നിന്റെ കുടുംബത്തിനും നേരെ തുറന്നു വരുന്നു. ഇന്ന് നിന്റെ മേൽ ഉത്തരവാദിത്വമുള്ള ഒരപ്പന്റെ
വരുന്നവരുടെ ഇന്നത്തെ അധികാരങ്ങൾ അധികാരങ്ങൾ ചില അധികാരങ്ങൾ അധികാരങ്ങൾ ചില അധികാരങ്ങൾ അധികാരങ്ങൾ നിന്റെ ഒരപ്പം ദിനം കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ പീലാത്തോസ് വിസ്തരിച്ചപ്പോ പീലാത്തോസിന്റെ അവസാനത്തെ ഒരു ചോദ്യം, നിന്നെ ശിക്ഷിക്കാനും നിന്നെ വിട്ടയക്കാനും എനിക്ക് അധികാരമുണ്ടെന്നു നീ അറിയുന്നല്ലോ. അധികാരത്തെ ക്രിസ്തുവിന്റെ മുമ്പിൽ അവൻ വെളിപ്പെടുത്തിയപ്പോൾ ക്രിസ്തു പറഞ്ഞു, നിനക്ക് അധികാരമുണ്ട് എന്നുള്ളത് സത്യം, പക്ഷെ എന്നെ തൊടാൻ, എന്നെ ഈ നിലയിൽ വിസ്തരിക്കാൻ, എന്നെ ഈ നിലയിൽ വിധിക്കാൻ നിന്റെ അധികാരം കഴിവില്ല. നിന്റെ അധികാരത്തിന് കഴിവില്ല. പക്ഷേ ഇപ്പോൾ ഇങ്ങനൊരു സന്ദർഭത്തിൽ നിന്റെ മുൻപിൽ ഒരു പ്രതിയായി ഞാൻ നിൽക്കേണ്ടി വന്നതും നിന്റെ അധികാരം എന്റെ മേൽ വെളിപ്പെടുത്തുവാനുള്ള ഏക കാരണം
എന്റെ മേൽ ഒരു അധികാരിയുണ്ട്. എന്റെ മേൽ ഒരു അധികാരിയുണ്ട്. അതെന്റെ അപ്പനാണ്. എന്റെ അപ്പൻ ഉയരത്തിൽ നിന്ന് ഈ ഒരു നിലയിലൂടെ ഞാൻ കടന്നു പോകണമെന്നുള്ളത് അപ്പന്റെ ഹിതമായതുകൊണ്ട്, അപ്പൻ അധികാരം തന്നതുകൊണ്ടാണ്. എന്റെ അപ്പന് അധികാരം തന്നതുകൊണ്ടാണ് നിന്റെ അധികാരത്തെ എനിക്ക് എതിരെ നിനക്ക് വെളിപ്പെടുത്താൻ കഴിഞ്ഞു. എത്ര പേർക്ക് വെളിപ്പാട് മനസ്സിലായി? എത്ര പേർക്ക് വെളിപ്പാട് മനസ്സിലായി? വിശ്വാസ ജീവിതത്തെ വിലയുള്ളതായി കാത്തു സൂക്ഷിക്കുന്ന നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ മേൽ ഒരു അധികാരമുണ്ട്. ആഭിചാരം ചെയ്താലും, മന്ത്രവാദം ചെയ്താലും, ക്ഷുദ്രപ്രയോഗം ചെയ്താലും, ശപിച്ചാലും, ത്യാഗിയാലും, എന്തെല്ലാം ചെയ്താലും നിന്റെ വേറൊരു അധികാരം. ഇന്ന് കിടക്കുന്ന അധികാരത്തെ വിശ്വസിക്കുക. കിടക്കുന്ന അധികാരത്തെ വിശ്വസിക്കുക. നമ്മുടെ മേലൊരു അപ്പന്റെ അധികാരം. എന്റെ അപ്പന്റെ അധികാരം. എന്റെ അപ്പന്റെ അധികാരം. ദൈവത്തിന്റെ കൃപയായിരിക്കുന്നു. ദൈവത്തിന്റെ കൃപയായിരിക്കുന്നു. നീ ആത്മഹത്യയുടെ ഫലം എന്റെ മേൽ ഒരപ്പന്റെ അധികാരം. ഒരപ്പന്റെ അധികാരം. ഒരപ്പന്റെ അധികാരം കിടക്കുന്നു. എനിക്ക് എന്നെ വിൽക്കുന്ന ഒരു അധികാര ശക്തികൾ യുദ്ധമാണ്. യേശുവിന്റെ നാമത്തിൽ കീഴ്പ്പെടുന്ന വരണം. ഏതെങ്കിലും മണ്ഡലങ്ങളിൽ ദൈവവിശ്വാസ ചില അധികാരികൾ പോരാടുന്നുണ്ടെന്ന് നിനക്ക് സംശയമില്ലെങ്കിൽ, അല്ലെങ്കിൽ നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഇന്നുകൊണ്ട് അതിനെതിരെ യുദ്ധം ചെയ്ത് വരണം. എന്റെ മേൽ ഒരപ്പന്റെ അധികാരമാണ്. ഏതെങ്കിലും വിഷയത്തിന്റെ അകത്ത് മറ്റൊരധികാരത്തിന്റെ സ്വാധീനം നിന്നെ അലട്ടുന്നുണ്ടോ? നീ പ്രാർത്ഥിച്ച് പ്രാപിക്കേണ്ട ചില വിഷയത്തിന്റെ അകത്ത് മറ്റേതെങ്കിലും അധികാരം നിൽക്കുന്നതായി നിനക്ക് തോന്നുന്നുണ്ടോ? നിന്റെ ജോലിയാകട്ടെ, നിന്റെ ഭാവിയാകട്ടെ, നിന്റെ ആരോഗ്യമാകട്ടെ, നിന്റെ സമ്പത്താകട്ടെ, നിന്റെ ആത്മീയ ജീവിതമാകട്ടെ, കുടുംബ ജീവിതമാകട്ടെ, ബന്ധങ്ങളാകട്ടെ, സഭയാകട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, അവിടെ മറ്റേതോ ഒരു അധികാരത്തിന്റെ സ്വാധീനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഉള്ളതായിട്ട് ഞാൻ അനുഭവിക്കുന്നു. അതെന്റെ ജീവിതത്തിൽ സംശയമായി കിടക്കുന്നു. മറ്റേതോ ഒരു അധികാരത്തിന്റെ പ്രവർത്തനം. ഓ കൃപ കൃപ. ശക്തമായ വിടുതലിന്റെ സമയമായത്. പ്രാർത്ഥിച്ചിരുന്നോണം. നേടിയെടുക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. അല്ലാത്തവര് വന്ന പോലെ പൊക്കോളും. അല്ലെങ്കിൽ സൂമിലിരിക്കുന്നവരോട് ഞാൻ പറയുന്നേ, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചോണ്ടിരുന്നോണം. ഇതൊരു വിടുതലിന്റെ നേരമാണ് ദൈവം എന്നെ കാണിക്കുന്നു. എന്നോട് കർത്താവ് പറയുന്നേ അങ്ങനെ. നീ പ്രാർത്ഥിക്കുന്ന, നീ ഉപവസിക്കുന്ന,
നീ ആയിരിക്കുന്ന ഏതെങ്കിലും മേഖലകളിൽ മറ്റൊരധികാരത്തിന്റെ സ്വാധീനമുള്ളതായിട്ട് നിനക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? നീ വെളിപ്പാടിൽ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും നിന്നോട് ആലോചന പറഞ്ഞിട്ടുണ്ടോ? നീ അത് അനുഭവിക്കുന്നുണ്ടോ? ദൈവാത്മാ പറയാ, ആ മേഖലയെ നോക്കി നീ പറ, എന്റെ മേലൊരപ്പന്റെ അധികാരം കിടക്കുന്നു. എന്റെ തലയ്ക്കു മുകളിൽ ഒരപ്പന്റെ അധികാരം കിടക്കുന്നു. എന്റെ കുടുംബത്തിന്റെ മേൽ ഒരപ്പന്റെ അധികാരം ഇന്ന് ലോകത്തെ പിടിക്കുന്നത് അടിയപ്പെടേ, നഗരപ്പെടേ, ഉദയപ്പെടേ. Yes, yes, yes. അപ്പന്റെ അധികാരം വ്യാപരിക്കുന്നു. അപ്പന്റെ അധികാരം വ്യാപരിക്കുന്നു. അധികാരം തന്റെ മക്കളെ വെളിപ്പെടുന്നു. അവന്റെ വിഷയം സ്ഥാപിച്ച ചില അധികാര ശക്തികൾ യേശുവിന്റെ നാമത്തെ ആ മേഖലയിലേക്ക് ദൈവമില്ലാത്ത ചില അധികാര സ്വാധീനങ്ങൾ, ചില അധികാര ശക്തികൾ, ചില അധികാര ബലങ്ങൾ അപ്പന്റെ അധികാരത്തിന്റെ മുമ്പിൽ വിശ്വാസത്തെ നിലനിർത്തുകയായി നിന്റെ മേൽ അപ്പന്റെ അധികാരം കിടക്കുമ്പോൾ കർത്താവ് ചില അധികാര ശക്തികളെ ചില മേഖലകളിൽ നിന്ന് തുടച്ചു കളയുന്നത് ഞാൻ ആത്മാവിൽ ദർശിക്കുന്നു.
ലൂക്കോസിന്റെ സുവിശേഷം 7-ാമത്തെ 5-ാമത്തെ വാക്യം. യേശുക്രിസ്തു അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ബാധയൊഴിഞ്ഞു സ്വസ്ഥമാകുക. അവളുടെ ഉള്ളിന്റെ ഉള്ളിൽ വന്ന വിശ്വാസത്തിന് വില കൊടുത്ത് ദേശത്ത് ഭരിക്കുന്ന നിയമ സംവിധാനങ്ങളെ എല്ലാം മറന്ന്, പാളയത്തിന് പുറത്താക്കിയവൾ അതെല്ലാം മറന്ന്, ഇവൾ ആരുമായിട്ട് സമീപിക്കരുതെന്നുള്ള നിയമമെല്ലാം മറന്ന്, ഇവള് ശുദ്ധിയില്ലാത്തവളാണെന്നുള്ള ആ നിയമസംഗതികളെല്ലാം മറന്ന്, അവളുടെ ഉള്ളിന്റെ ഉള്ളിൽ കയറി വന്ന വിശ്വാസത്തെ അവൾ മുറുകെ പിടിച്ച്, അവളുടെ ഉള്ളിന്റെ ഉള്ളിൽ കയറി വന്ന വിശ്വാസത്തെ അവൾ മുറുകെ പിടിച്ചിട്ട് അവള് ഹല്ലേലൂയ പറയുന്ന, അവൾ ആ വിശ്വാസത്തെ മുറുകെ പിടിച്ച് ആ വിശ്വാസത്തിൽ അവൾ മുൻപോട്ട് പോയപ്പോൾ അവളെ അലട്ടിയ രോഗശക്തിയെ, അല്ലെങ്കിൽ അവളുടെ ശരീരത്തെ, അവളുടെ മേൽ വെളിപ്പെട്ടു നിന്ന ആ രോഗത്തിന്റെ അധികാരത്തെ, അല്ലെങ്കിൽ യേശുവിന്റെ അധികാരത്തിന്റെ മുമ്പേ അത് കീഴടങ്ങി. യേശു പറയുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. 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 ഓ സ്വതന്ത്രം, സ്വതന്ത്രം, സ്വതന്ത്രം. സ്വസ്ഥമായിരിക്കുക. സ്തോത്രം. ബാധയൊഴിഞ്ഞ് കണ്ടോ? വിശ്വാസത്തിന്റെ ആ തീവ്രതയിലാണ് അവൾ ആ വിടുതൽ പ്രാപിച്ചത്. വിശ്വാസത്തിന്റെ തീവ്രതയിലാണ് ആ വിടുതൽ പ്രാപിച്ചത്. ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം. ഇന്ന് പകൽക്കാലം ബോധ്യപ്പെടണം. അകത്തു ദൈവം പകർന്നു തന്ന വിശ്വാസത്തെ വില കുറച്ച് കാണരുത്. ആ വിശ്വാസം നിന്റെ മേലുള്ള അധികാരത്തെ വെളിപ്പെടുത്തും. ആ വിശ്വാസം നിന്റെ മേലുള്ള ജീവിതത്തെ വെളിപ്പെടുത്തും. ആ വിശ്വാസം നിന്റെ മേലുള്ള അധികാരത്തെ വെളിപ്പെടുത്തും. ആ വിശ്വാസം നിന്റെ മേലുള്ള സൗഖ്യത്തെ വെളിപ്പെടുത്തും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ അപ്പോസ്തലനായ പത്രോസ് പറയാ, 2, നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഭദ്രതയെ കാത്തു സൂക്ഷിപ്പാൻ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ വിലയേറിയതായി കാണണം. 3-ാമത്തെ കാര്യം കൂടെ നമുക്കൊന്ന് പഠിക്കാം, ധ്യാനിക്കാം. അതിനുശേഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം വായിക്കാം. 3-ാമത്തെ കാര്യം. 2 പത്രോസ് 1:4 വായിച്ചാട്ടെ. വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. 3-ാമത്തത് വിലയേറിയ വാഗ്ദത്തം. കണ്ടോ? അപ്പോ വാഗ്ദത്തത്തെ വിലയേറിയതായി കാണണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വാഗ്ദത്തത്തെ വിലയേറിയതായിട്ട് എന്ത് ചെയ്യണം? 3-ാമത് പറയുന്നത്, നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഭദ്രത നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കണമെങ്കിൽ, നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തെ നിങ്ങൾക്ക് പവിത്രമായി മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ, നിങ്ങളുടെ വാഗ്ദത്തത്തെ നിങ്ങൾ വിലയേറിയതായി കാണണം. രാമൻ പറഞ്ഞാട്ട് ദൈവിക പദ്ധതികളെല്ലാം കിടക്കുന്നത് വാഗ്ദത്തത്തോട് അടിസ്ഥാനപ്പെട്ടാണ്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഫോർ എക്സാമ്പിൾ,
കർത്താവായ ക്രിസ്തുവിന്റെ ജനനം, കർത്താവായ ക്രിസ്തുവിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം, താൻ ഹല്ലേലൂയ സ്വർഗാരോഹണം ചെയ്തു പോയതും, താൻ വരാനിരിക്കുന്നതും, നമ്മളെ ചേർക്കാനിരിക്കുന്നതും, അതിനുശേഷമായി സഭയോടുകൂടി വരുന്നതും, നിത്യമായ അനുഭവങ്ങളും, ഇതെല്ലാം കിടക്കുന്നത് വാഗ്ദത്തത്തോട് ബന്ധപ്പെട്ട. ആമേൻ. അപ്പൊ കർത്താവിന്റെ എല്ലാ പദ്ധതികളും, ദൈവികമാകുന്ന എല്ലാ പദ്ധതികളും വാഗ്ദത്തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരാമേൻ പറഞ്ഞാട്ടെ, ഒരാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും എന്തുണ്ട്? നമുക്കെല്ലാവർക്കും എന്തുണ്ട്? പറ, ഉള്ളവര് പറഞ്ഞാൽ എന്തുണ്ട്? നമുക്കെല്ലാവർക്കും വാഗ്ദത്തം ഉണ്ട്, അല്ലേ? ഈ വാഗ്ദത്തം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ വരുന്നത്. വാഗ്ദത്തം കൂടി ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഈ വിശ്വാസത്തിൽ കാണുമെന്ന് സംശയമാണ്. സ്തോത്രം, അല്ലേ? വാഗ്ദത്തം ഉണ്ടായിട്ടും പലതും പിന്മാറ്റത്തില്ല, വാഗ്ദത്തം ഉണ്ടായിട്ടും പലതും പുറകോട്ടാണ്. സ്തോത്രം. അപ്പൊ വാഗ്ദത്തം കൂടി ഇല്ലായിരുന്നെങ്കിലോ, അല്ലേ? വാഗ്ദത്തം കൂടി ഇല്ലായിരുന്നെങ്കിലോ. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ വാഗ്ദത്തം ഉള്ളത് കൊണ്ടാണ് ഈ സാഹചര്യങ്ങളുടെ നടുവിലും നമ്മൾ ഇങ്ങനെ നിൽക്കുന്നത്. കാരണം വാഗ്ദത്തം ഉള്ളത് കൊണ്ട് നമുക്കൊരു വിശ്വാസമുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ ശരിയാവും. ഹലോ, എത്ര പേർക്ക് പറഞ്ഞു മനസ്സിലായി? വാഗ്ദത്തം പറഞ്ഞ ദൈവം വിശ്വസ്തനല്ലേ? വാക്കു പറഞ്ഞാൽ മാറാത്ത നല്ല കർത്താവല്ലേ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞാൻ ഈ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയാലും, ഇന്ന് ഈ അവസ്ഥകളിലൂടെ ഞാൻ കടന്നുപോയാലും എനിക്കൊരുറപ്പുണ്ട്, ഹല്ലേലൂയ, നാളെ ആ വാഗ്ദത്തം വെളിപ്പെട്ടു വരും. അപ്പൊ നമുക്ക് പ്രത്യാശിക്കാൻ ഒരു വക മുൻപിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നിൽക്കുന്നത്. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. അത് ദൈവത്തിന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ദൈവം നമുക്ക് വാഗ്ദത്തങ്ങളെ കൈമാറിയത്. രാമൻ പറഞ്ഞാട്ടെ. ഈ വാഗ്ദത്തത്തെ പത്രോസ് പറയാം, നിങ്ങൾ വിലയേറിയതായി കാണണം. ആ വാഗ്ദത്തം വിലയേറിയത് മാത്രമല്ല, അതിമഹത്വമുള്ളതാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. എന്നോട് പരിശുദ്ധാത്മാവ് ഞാൻ പറയാം, നമ്മുടെ മേൽ ദൈവം പകർന്നു തന്ന വാഗ്ദത്തങ്ങളെ വില കുറച്ച് കാണരുത്, വില കുറച്ച് കാണരുത്. പക്ഷേ അപ്പോസ്തലനായ പത്രോസ് പറയുന്നത് ഈ ഭൂമിയിൽ അല്ലെങ്കിൽ വെളിപ്പെടാനിരിക്കുന്ന വാഗ്ദത്തത്തെ കുറിച്ചല്ല, വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തമെന്ന് അപ്പോസ്തലനായ പത്രോസ് വെളിപ്പെടുത്തുന്നത് ഈ ഭൂമിയിലെ വാഗ്ദത്തമല്ല. പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന ഒരു കാര്യം, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഭദ്രതയെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ, വിലയേറിയതായി അതിനെ ജീവിതത്തിൽ കൊണ്ട് നടക്കണമെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ വാഗ്ദത്തത്തിന് വില കൊടുക്കണം. നിങ്ങൾ നിങ്ങളുടെ വാഗ്ദത്തത്തിന്, വാഗ്ദത്തത്തെ വിലയില്ലാതാക്കുന്നത് തിരിച്ചറിയണം. യേശുവിൻ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വാഗ്ദത്തത്തിന് വില കുറച്ച് കാണരുത്. പരിശുദ്ധാത്മാവ് ശക്തമായി ചിലരോട് സംസാരിക്കുന്നു, വാഗ്ദത്തത്തെ വില കുറച്ചതായി കാണരുത്. കാരണം വാഗ്ദത്തം കൈമാറിയത് മനുഷ്യനല്ല, വാഗ്ദത്തം കൈമാറിയത് സ്വർഗമത്രേ. അത് വിശ്വസിക്കുന്നവരുണ്ട്. വാഗ്ദത്തത്തെ സാഹചര്യങ്ങളെ മുൻനിർത്തി വില കുറച്ച് കാണരുത്. അത് വിശ്വാസികളുടെ പ്രശ്നം അതാ. വാഗ്ദത്തം സാഹചര്യത്തോട് ചേർത്തു വെച്ച് പഠിക്കും. വാഗ്ദത്തം സാഹചര്യത്തോട് ചേർത്തു വെച്ച് പഠിക്കും. വാഗ്ദത്തവും സാഹചര്യവും തമ്മിൽ ചേർത്ത് വെച്ച് പഠിക്കുമ്പോ ഇത് തമ്മിൽ ചേരത്തില്ല.
ഇത് തമ്മിൽ എന്ത് ചെയ്തില്ല? ചേരത്തില്ല. വാക്തത്വവും സാഹചര്യവും തമ്മിൽ ചേർത്ത് വെച്ച് പഠിക്കുമ്പോ ഇത് തമ്മിൽ ചേരത്തില്ല. അവിടെ പലപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത് വാഗ്ദത്തത്തെ അല്ല, നമ്മൾ പലപ്പോഴും വിശ്വസിക്കുന്ന സാഹചര്യത്തെ. നമ്മൾ പലപ്പോഴും വിശ്വസിക്കുന്നത് വർഷക്കണക്ക, നമ്മൾ പലപ്പോഴും വിശ്വസിക്കുന്നത് മാസക്കണക്ക. ശരിയല്ലേ? ഞാൻ ചുമ്മാ പറയല്ല, വിവേചിച്ചാ പറയുന്നത്. പ്രൈസ് ദ ലോർഡ്. സാഹചര്യത്തെ വാക്തത്വവുമായിട്ട് ചേർത്ത് പഠിക്കുമ്പോൾ നമ്മൾ അവിടെ വില കുറച്ച് കാണുന്നത് വാഗ്ദത്തത്തെയാണ്. വിലയോടെ നമ്മൾ കാണുന്ന സാഹചര്യം, അതാ പ്രശ്നം. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, നിങ്ങൾ അല്ലേ സാഹചര്യം എന്തുമായി കൊള്ളട്ടെ, പക്ഷേ വാക്തത്വത്തെ നിങ്ങൾ വിലയുള്ളതായി കാണണം. എന്നെ തലകീഴായി ക്രൂശിച്ചാലും എനിക്ക് വിഷയമല്ല, പക്ഷെ എന്നോട് പറഞ്ഞ വാഗ്ദത്തം എനിക്ക് വിലപ്പെട്ടതാണ്. യേശുവിന്റെ നാമത്തിൽ സാഹചര്യവുമായിട്ട് ചേർന്ന് വാഗ്ദത്തത്തെ കണക്കിടരുത്. ദൈവപുരുഷൻ പറഞ്ഞു, അടുത്ത വർഷം ഈ സമയം നിനക്കൊരു തലമുറ ജനിക്കും. ഇത് കേട്ടോണ്ടിരുന്ന സാറ മാറി നിന്ന് ചിരിച്ചു. എന്ന് വെച്ചാൽ വാഗ്ദത്തത്തിന് വില കൊടുത്തില്ല. ദൈവം കൈമാറിയ വാഗ്ദത്തത്തിന് സാറ വില കൊടുത്തില്ല. സാറ ചിരിക്കാൻ കാര്യം, സാറ വില കൊടുത്തത് സാഹചര്യത്തിനാണ്. സാഹചര്യത്തിനാണ്. എന്നോട് ആത്മാ പറയാ, സാഹചര്യത്തിന് വില കൊടുക്കുന്നത് കൊണ്ടാണ് നിന്റെ വാഗ്ദത്തം വെളിപ്പെടാത്തത്. സ്തോത്രം, സ്തോത്രം. നിന്റെ പല വാഗ്ദത്തങ്ങളും വെളിപ്പെടേണ്ട സമയം നിന്റെ ജീവിതത്തിൽ വന്നോ? ഉദര ശബ്ദന റാംസി റഖൂനി റമനിയ. നിന്റെ വെളിപ്പെടേണ്ട പല സാഹചര്യങ്ങൾ വന്നത്, പക്ഷെങ്കിൽ വാഗ്ദത്തത്തേക്കാൾ നീ സാഹചര്യങ്ങൾക്ക് വില കൊടുക്കും. എന്നിട്ട് കുത്തിയിരുന്ന പ്രാർത്ഥനയാ വാഗ്ദത്തം വെളിപ്പെടാൻ. പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ മനോഭാവത്തെ ഇടുക, നിന്റെ മനോഭാവത്തെ ഇടുക. മരിച്ചതിനെ ജീവിപ്പിക്കാനും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താനും കഴിവുള്ളവനോ പറഞ്ഞെങ്കിൽ, കഴിവുള്ളവനോ പറഞ്ഞെങ്കിൽ അവന്റെ വാക്കിന് വില കൊടുക്കുക. അല്ലാതെ വാഗ്ദത്തം പറഞ്ഞ ദൈവത്തെ കുറ്റം പറഞ്ഞ്, വാഗ്ദത്തം കൈമാറി അഭിഷേകമായ കുറ്റം പറഞ്ഞ്, അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ വില കളയരുത്. യേശുവിന്റെ നാമത്തിൽ സാറായിയുടെ മനോഭാവം പോലുള്ള, അബ്രഹാമിന്റെ മനോഭാവം പോലുള്ള മനോഭാവങ്ങൾ ഇന്നു മുതൽ ഇടിയാൻ പോവുക. ഇന്ന് മുതൽ ഇടിയാൻ പോവുക. ഇന്ന് മുതൽ ഇടിയാൻ പോവുക. വാഗ്ദത്തം കണ്ട് വിശ്വസിക്കുക അല്ല ചെയ്യേണ്ടത്, കാണുന്നതിന് മുമ്പേ വിശ്വസിക്കുക. സീരിയസ് ആയിട്ടിരിക്കണം. സീരിയസ് ആയിട്ടിരിക്കണം. യേശുവിന്റെ നാമത്തിൽ എന്നോട് ദൈവാത്മാവ് പറയും, മനോഭാവങ്ങൾ പൊളിഞ്ഞോണ്ടിരിക്കുക. വചനം ചില മനോഭാവങ്ങളെ പൊളിച്ചോണ്ടിരിക്കുക. സാഹചര്യങ്ങൾക്ക് നീ വില കൊടുത്തപ്പോ നീ അറിയാതെ പോയൊരു കാര്യമുണ്ടോ? നിന്റെ വാഗ്ദത്തം വെളിപ്പെടേണ്ട നേരമായിരുന്നു. നിന്റെ വാഗ്ദത്തം വെളിപ്പെടേണ്ട നേരമായിരുന്നു. ആ നേരത്തത് പ്രാപിക്കാതെ നീ സാഹചര്യങ്ങൾക്ക് വില കൊടുത്തപ്പോൾ, മാനുഷിക തീരുമാനങ്ങൾ എടുത്തപ്പോൾ നിനക്ക് നഷ്ടപ്പെട്ടു പോയത് വാഗ്ദത്തം വെളിപ്പെടേണ്ട സമയം. എന്നിട്ട് ഇപ്പൊ ഇരുന്ന് കരയുക, എന്നിട്ട് ഇപ്പൊ ഇരുന്ന് ഉപവസിക്കുക. എന്നോട് ആത്മാവ് ഇടപെടുന്നു. ഉപവസിക്കുന്നതിന് കരയുന്നതിന് മുമ്പ് മനോഭാവങ്ങൾ മാറ്റി.
മനോഭാവത്തെ മാറ്റ്, മനോഭാവത്തെ മാറ്റ്. എന്നിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുക, ദൈവസന്നിധി പ്രാർത്ഥിക്കുക. കർത്താവേ, സാഹചര്യം എന്തു ആകട്ടെ, ഞാൻ അങ്ങയുടെ വാഗ്ദത്തത്തിന് വില തരുന്നു. സാഹചര്യം എന്നതാകട്ടെ, ഞാൻ അങ്ങയുടെ വാഗ്ദത്തത്തിന് വില തരുന്നു. കാരണം അങ്ങ് പറഞ്ഞിട്ട് മാറാൻ മനുഷ്യനല്ല, അങ്ങ് പറഞ്ഞിട്ട് മാറാൻ മനുഷ്യനല്ല, അങ്ങ് ദൈവമാണ്. ആ മനോഭാവത്തിലേക്ക് കയറുക. എനിക്കറിയാവുന്ന ഒരു സഹോദരനുണ്ട്. പ്രിയപ്പെട്ടവരെ, തന്നോട് പറഞ്ഞ വാഗ്ദത്തം കൈവെള്ളയിൽ വരെ എത്തിയതാണ്. കൈവെള്ളയിൽ വരെ വാഗ്ദത്തം. എന്നാൽ ജീവിതത്തിലെ ക്രമക്കേട് കൊണ്ട് അതില്ലാതെ പോയി. മനോഭാവങ്ങൾ മാറിയപ്പോൾ അതില്ലാതെ പോയി. തീരുമാനങ്ങൾ മാറിയപ്പോൾ അത് ഇല്ലാതെ പോയി. ഇപ്പൊ കടന്ന് നെട്ടോട്ടം ഓടുക. സ്തോത്രം. ഇപ്പൊ കടന്ന് നെട്ടോട്ടം ഓടുക. പരിശുദ്ധാത്മാവ് ശക്തമായ ആരോടെ ദൂത് പറയുന്നുണ്ട്. ദൈവാത്മാവ് ആഴമേറിയ വെളിപ്പാടാ. പ്രാർത്ഥിച്ച് ക്രമപ്പെട്ടോണം. കർത്താവിന്റെ വരവ് താമസിച്ചാൽ അവൻ വേണമെങ്കിൽ നിന്നോട് കരുണ കാണിക്കും. ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ ആ വാഗ്ദത്തം പ്രാപിക്കാനുള്ള ക്വാളിഫിക്കേഷൻ നമ്മളിൽ എന്ന് വരുന്നോ അന്നേ ദൈവം കൈമാറും. അതുവരെ ആ ഒരു ഹല്ലേലൂയ ഗുണങ്ങൾ, ആ ഒരു ക്രമീകരണങ്ങൾ നമ്മളിൽ വരുന്നത് വരെ ദൈവം നമ്മളെ ചുറ്റിക്കും. കനാൻ ദേശം വാഗ്ദത്തമാണെങ്കിലും ആ ദേശത്ത് കയറണമെങ്കിൽ നിന്റെയൊക്കെ ചില സ്വഭാവങ്ങൾ മാറ്റിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് 40 വർഷം ഒന്ന് കറങ്ങിയിട്ട് പോയാൽ മതി. 40 വർഷം കറങ്ങിയിട്ട് പോയാൽ മതിയുള്ളൂ. പറഞ്ഞ മനസ്സിലായി? ദൈവം വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത ഭൂമിയിലേക്ക് അവരെ എത്തിക്കാൻ ദൈവത്തിന് അധിക സമയമൊന്നും വേണ്ടായിരുന്നു. പക്ഷെ ദൈവം കൊടുത്ത വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ പ്രാപിക്കുന്നവർ ആ നിലയിലുള്ളവരാകണം. അവരാകുന്നത് വരെ അവർക്ക് മരുഭൂമിയായിരിക്കും. തിരിച്ചറി. നിന്റെ മനോഭാവം എന്ന് മാറുന്നോ, നീ എന്ന് ക്രമപ്പെടുന്നോ, നീ എന്ന് ശരിയാകുന്നോ, ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നീ എന്നാകുന്നു, അന്ന് വാഗ്ദത്തം വെളിപ്പെട്ടു വരും. ഇതൊന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ദൂതല്ലെന്ന് എനിക്കറിയാം. പക്ഷേ ദൈവം തന്ന ദൂതല്ലേ എനിക്ക് പറയാൻ പറ്റൂ. ദൈവം തന്ന വെളിപ്പാടല്ലേ എനിക്ക് പറയാൻ പറ്റൂ. ശക്തമായ ഇടപെടുക. വാഗ്ദത്തത്തെ വില കുറച്ച് കണ്ടാൽ ക്രിസ്തീയ ജീവിതത്തിന്റെ ഭദ്രതയ്ക്ക് കോട്ടം വരും. വായിച്ചേ, എബ്രായർ 8:6. പത്രോസ് പറയുന്ന വാഗ്ദത്തം ഏതാണ്? വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തം. എബ്രായർ 8:6. എബ്രായർ 8:6 വാക്യം. അവനോ വിശേഷതയേറിയ വാഗ്ദത്തം. വാഗ്ദത്തത്തെ കുറിച്ച് പറയാ. ആ വാഗ്ദത്തം ഒരു ചെറിയ വാഗ്ദത്തം അല്ല, അത് വിശേഷതയേറിയ വാഗ്ദത്തമാണ്. അപ്പൊ നമ്മുടെ മേൽ ദൈവം വെച്ചിരിക്കുന്ന വാഗ്ദത്തം വിശേഷതയേറിയതാണ് തിരിച്ചറിയുക. ആ തിരിച്ചറിവ് ആദ്യം വേണം. എന്റെ മേലുള്ള വാഗ്ദത്തം ഒരു ചെറിയ വാഗ്ദത്തം അല്ല, അത് വിശേഷതയേറിയ വാഗ്ദത്തമാണ്. എത്ര പേരത് വിശ്വസിക്കുന്നു? എന്റെ മേൽ ദൈവം ഇട്ടിരിക്കുന്ന വാഗ്ദത്തം
ഞാൻ അതിനെ വിലയേറിയതായി കാണണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ പഠിപ്പിക്കുന്നതിന്റെ കാര്യം, ഞങ്ങളുടെ മേൽ കിടക്കുന്ന വാക്തത്വം ഒന്നിനും കൊള്ളാത്ത വാക്തത്വമല്ല. അല്ലെങ്കിൽ പറഞ്ഞു ചിരിക്കാനുള്ള വാക്തത്വമല്ല, കളിയാക്കാനുള്ള വാക്തത്വമല്ല. ഞങ്ങളുടെ മേൽ കിടക്കുന്ന വാക്തത്വം വിശേഷതയേറിയ വാക്തത്വം. എനിക്കതൊക്കെ പറയുമ്പോ ഇച്ചിരി ആവേശം വരും. അല്ലാതെ നിങ്ങൾ ഇരിക്കുന്ന പോലല്ല. എനിക്കതൊക്കെ പറയുമ്പോ ഇച്ചിരി ആവേശം വരും. എന്റെ മേൽ എന്റെ സ്വർഗത്തിലെ ദൈവം കൈമാറിയ വാക്തത്വം, അത് ഞാൻ പറയുമ്പോൾ ഞാൻ ആർജവും ആവേശവും കാണിക്കുന്നതിന്റെ കാര്യം ഒന്ന്, അത് വിശേഷതയേറിയ സ്തോത്രം. 2 കോരിന്ത്യർ 1:20 വായിച്ചേ. അപ്പൊ 1, നമ്മുടെ മേലുള്ള വാക്തത്വം വിശേഷതയേറിയതാണ്. ഞാൻ ഒരുമിച്ച് അവസാനം വേഗത്തിൽ പറയാം. 2 കോരിന്ത്യർ 1:20. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. 2 കോരിന്ത്യർ 1:20. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും, ഒരാമൻ പറഞ്ഞേ, അവനിൽ ഊഹന്നത്രേ. അപ്പൊ ദൈവീക വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് കൈമാറിയിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം ഇല്ലെന്ന് അവൻ പറയത്തില്ല. പറഞ്ഞേ സ്തോത്രം, സ്തോത്രം. ഇന്ന മാസം ഇത്രാം തീയതി ഇത്ര രൂപ നിനക്ക് ഞാൻ തരാമെന്ന് മനുഷ്യൻ പറഞ്ഞാൽ ചിലപ്പോ അതിന്റെ അന്ന് പകല് വിളിച്ചു പറയും, റെഡിയായില്ല കേട്ടോ, മറ്റൊരു വഴി നോക്കാൻ പറയും, മനുഷ്യൻ പറയും. പക്ഷേ സർവശക്തനാകുന്ന ദൈവം പറയുക, അല്ലെ, ദൈവം കൈമാറിയ വാഗ്ദത്തങ്ങളിൽ ദൈവത്തിന് ഒറ്റ തീരുമാനമേ ഉള്ളൂ, അത് ഊവെന്നാണ്. അത് ഊവെന്നാണ്. അത് ഊവെന്നാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ദൈവാത്മാവ് എന്നോട് ഇടപെടുന്നു. നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾക്കെതിരെ നിന്റെ കാതിൽ വന്നിരുന്ന് നടക്കത്തില്ല, 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 സംഭവിക്കത്തില്ല, കാണത്തില്ല എന്ന് പിശാചി നിന്റെ കാതിൽ വന്ന് മന്ത്രിക്കുമ്പോൾ ഇന്ന് വരെ ആത്മനിയോഗത്തോടെ ദൈവാത്മാവ് ദൂതുവരെ ഇല്ല. വാഗ്ദത്തങ്ങൾ പലതുണ്ടെങ്കിലും ആത്മാവ് ഇടപെടുക. നമ്മുടെ വാഗ്ദത്തങ്ങളിൽ എന്റെ ദൈവത്തിൽ നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ പക്ഷെ ദൈവത്തിന്റെ മറുപടി അത് വാഗ്ദത്തമുള്ളവര് പ്രാർത്ഥിച്ചേ. വാഗ്ദത്തമുള്ളവര് പ്രാർത്ഥിച്ചു. വാഗ്ദത്തമുള്ളവര് പ്രാർത്ഥിച്ചു. ദൈവാത്മാ പറയുക, വാഗ്ദത്തമുള്ളവന്റെ കാതിൽ വന്ന്, വാഗ്ദത്തമുള്ളവളുടെ കാതിൽ വന്ന് നടക്കത്തില്ലെന്ന് മന്ത്രിക്കുന്ന, സംഭവിക്കത്തില്ലെന്ന് മന്ത്രിക്കുന്ന, ഇതൊന്നും നടക്കാൻ പോകുന്നതല്ലെന്ന് മന്ത്രിക്കുന്ന പൈശാചികമാകുന്ന സ്വാധീനങ്ങളെ കണ്ടിട്ട് ദൈവത്തിന്റെ ആത്മാവ് വചനത്തിലൂടെ ദൂത് പറയുന്നു. വാഗ്ദത്തങ്ങൾ പലതായിരിക്കാം, പക്ഷെ തന്നത് ദൈവമാണെങ്കിൽ ആത്മാവ് ഇടപെടുക. അതിൻ്റെ അകത്ത് ഊവെന്നല്ലാതെ ഇല്ലെന്നൊരു മറുപടി ഇല്ല. ഓ വാഗ്ദത്തം ചലിക്കട്ടെ, വാഗ്ദത്തം ചലിക്കട്ടെ, വാഗ്ദത്തത്തിന്റെ ദൈവശക്തി ചലിക്കട്ടെ. വാഗ്ദത്തം ഉള്ളവരുടെ വചനത്തിന്റെ ശക്തി ചലിക്കട്ടെ. വാഗ്ദത്തങ്ങളിലേക്ക് വചനം ചലിക്കുന്നു.
വാഗ്ദത്തങ്ങളിലേക്ക് വചനം ധരിക്കുന്നു. വാഗ്ദത്തങ്ങളിലേക്ക് വചനത്തിന്റെ ശക്തി ധരിക്കുന്നു. വാഗ്ദത്തം ഉള്ളവരുടെ വചനത്തിന്റെ ശക്തി ധരിക്കുന്നു. ഇതെല്ലാവരും ഞാനിവനെ യേശുവിന്റെ നാമം ചൊല്ലി വാഗ്ദത്തം പലതുണ്ട്. പക്ഷെ നിന്റെ ചെവിയിലിരുന്ന് പിശാച് മന്ത്രിക്കുന്നതല്ല വാഗ്ദത്തത്തിന്റെ അവസാനം. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, വാഗ്ദത്തം തന്നത് ദൈവമാണെങ്കിൽ അവനൊറ്റ മറുപടിയേ ഉള്ളൂ, ഊവന്നത്രേ. അപ്പൊ ഒന്ന്, വാഗ്ദത്തം വിശേഷമുള്ളതാണ്. രണ്ട്, വാഗ്ദത്തം സത്യമാണ്, അത് മാറിപ്പോന്നതല്ല. ഇനി മൂന്നാമത്തെ കാര്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. 1 യോഹന്നാൻ 2:25. 1 യോഹന്നാൻ 2-ാം അധ്യായം 25-ാം വാക്യം. അതാണ് പത്രോസ് പറയുന്ന വാഗ്ദത്തത്തിന്റെ പൂർണ്ണത.
വായിച്ചാട്ടെ. ഹല്ലേലൂയ. പത്രോസ് പറയുന്ന വാഗ്ദത്തത്തിന്റെ പൂർണ്ണത ഏതാ? പിതാവ് അവൻ നമുക്ക് തന്ന വാഗ്ദത്തം. പിതാവ് ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം. നിത്യജീവൻ തന്നെ. അത് നിത്യജീവൻ തന്നെ. ആമേൻ പറഞ്ഞു. ക്രിസ്തീയ ജീവിതത്തെ ഭദ്രമായി സൂക്ഷിക്കേണ്ടതിന് നിങ്ങൾ വാഗ്ദത്തങ്ങളെ വിലയുള്ളതായി കാണണം. വിലയുള്ളതായി കാണണമെങ്കിൽ നിങ്ങൾ വാഗ്ദത്തം എന്തെന്നറിയണം. അത് നിത്യജീവനത്രേ. നിത്യജീവൻ എന്ന വാഗ്ദത്തത്തിന്റെ വിലയെ കളയുന്നതൊന്നും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നിത്യജീവനെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒന്നും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നിത്യജീവനെ കളയുന്ന വാക്കുകൾ, നിത്യജീവൻ എന്ന വാഗ്ദത്തത്തിന്റെ വിലയെ ഇല്ലാതാക്കുന്ന സംസാരങ്ങൾ, പ്രവൃത്തികൾ, ഇടപാടുകൾ, അവിശ്വസ്തതകൾ, പരാക്രമങ്ങൾ, അതിക്രമങ്ങൾ, അസൂയ, പാപങ്ങൾ, സ്തോത്രം. നിന്റെ വിലയേറിയ വാഗ്ദത്തമായി നീ കാണേണ്ട നിത്യജീവനുണ്ടല്ലോ, ആ നിത്യജീവന്റെ വലിപ്പം മനസ്സിലാക്കിയിട്ട് അതിനെ വിലയുള്ളതായി കണ്ടിട്ട് ഹല്ലേലൂയ നിന്റെ ക്രിസ്തീയ ജീവിതത്തെ നീ ഭദ്രമാക്കിക്കോണം. എന്നാന്നറിയാമോ? അല്ലെങ്കിൽ ഈ വാഗ്ദത്തം വെളിപ്പെടാൻ സമയമായി. ഈ വാഗ്ദത്തം വെളിപ്പെടാൻ സമയമായി. ഈ വാഗ്ദത്തം വെളിപ്പെടാൻ സമയമായി. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, വാഗ്ദത്തങ്ങൾ വിലയേറിയതും അതിമഹത്വവുമാണ്. അതുകൊണ്ട് വാഗ്ദത്തത്തെ നിങ്ങൾ വിലയുള്ളതായി കാണണം. നിത്യജീവന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ദൈവവൈതല് പരിശുദ്ധാത്മാ പറയുന്നു, ആ വാഗ്ദത്തത്തെ നീ വില കുറച്ച് കാണരുത്. നീ അതിനെ വില കുറച്ച് കാണരുതെന്ന് കർശനമായി വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ ബോധിപ്പിക്കുകയാണ്. 120 പേര് 170 പേരോളം യേശുക്രിസ്തുവിനെ സമീപിച്ചു. ശക്തമായ ഉപദേശങ്ങൾ, തന്റെ ശിഷ്യരാകുവാൻ വേണ്ടി ശക്തമായ ഉപദേശങ്ങളുടെ പാടവം കർത്താവ് വെളിപ്പെടുത്തി. അങ്ങനെ അതിന്റെ അകത്തൂന്ന് ആളുകൾ കുറഞ്ഞു അവസാനം 12 വന്നു നിന്നു. 12 വന്നു നിന്നപ്പോൾ ക്രിസ്തു പറഞ്ഞു, നിങ്ങൾക്കും പോകണമെങ്കിൽ പോകാം. ഉടനെ ഹല്ലേലൂയ ശീമോൻ പറഞ്ഞൊരു കാര്യമാണ്, കർത്താവേ, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകും? കാരണം നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ടെന്ന് ഞാൻ അറിയുന്നു. നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ടെന്ന് ഞാൻ അറിയുന്നു. നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകും? അതുകൊണ്ടല്ലേ പാട്ടുകാരൻ പാടി, നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരമേ, നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരമേ, നിന്നെ വിട്ടിട്ടടിയങ്ങു പോയി വസിക്കും, നിന്നെ വിട്ടിട്ടടിയങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ല ഇല്ല ഭൂമിയിലാശ്രയിപ്പാരാരുവേ, നീയല്ല ഇല്ല ഭൂമിയിലാശ്രയിപ്പാരാരുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ഒരു നിമിഷം എല്ലാവർക്കും ഒന്ന് എഴുന്നേൽക്കാം.
ബൈബിളൊക്കെ ഒരു വശത്തോട്ട് മാറ്റി കേൾക്കപ്പെട്ട വചനത്തിന്റെ മുൻപിൽ സമർപ്പിക്കട്ടെ. സമർപ്പിക്കാൻ മനസ്സുള്ളവർ, സമർപ്പിക്കാൻ നിയോഗമുള്ളവർ, സമർപ്പിക്കാൻ താല്പര്യമുള്ളവർ ഒരു നിമിഷം എല്ലാവരും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ